ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആരിൻ്റെ മനസ്സിൽ അനുശ്രീയെ പറ്റി സംശയങ്ങൾ ഉണ്ടാവുകയാണ്. ഇനി അനുശ്രീയാണോ ആലോകിൻ്റെ കൂടെ ഉള്ളതെന്ന് ഉറപ്പിക്കാനായിട്ട് മിത്രനെ ഫോൺ വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും അത് അനുശ്രീ തന്നെയാണെന്ന് നമ്മുടെ ആലോകിന് സംശയം ഉണ്ടാവുകയാണ് കേട്ടോ. എന്തായാലും വീട്ടിൽ ചെന്ന് ഇതിനെപ്പറ്റി അനുശ്രീയോട് ചോദിക്കണമെന്ന് തന്നെ ആലോക് തീരുമാനിക്കുക. അതേസമയം ദേവമംഗലത്താണെങ്കിലോ നമ്മുടെ ഗോമതി ആകെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മിത്ര അടുത്തേക്ക് എന്ന് ചോദിക്കും, എന്ത് പറ്റി അപ്പച്ചി? അപ്പച്ചി എന്തിനാ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ആ കാക്കാത്തി പറഞ്ഞ വാക്കുകളാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി അങ്ങോട്ട് വരിക. അല്ല അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? അവരെ പോലെ ഇത്രയും അറിവുള്ള ആൾക്കാർ വെറുതെ ഒന്നും പറയത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോലും അവർ വാങ്ങിയില്ല. അതിനർത്ഥം എന്താ? അവർ പറഞ്ഞ കാര്യം സത്യമാണെന്നാ. ഈ കുടുംബത്തിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ആർക്കോ ജീവഹാനി വരെ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്. ഇതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. ദേ അപ്പച്ചി, അവരൊക്കെ വെറുതെ പറയുന്നതാ, ചുമ്മാ മനസ്സ് തോന്നുന്നത് അങ്ങ് പറയുന്നതാ, അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യമില്ല. അപ്പച്ചനെ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കാശും മേടിക്കാതെ പോയി, അല്ലാതെ കൂടുതലൊന്നുമില്ല ഇതിൽ. അവർ ആ അമ്പലത്തെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? ചിലപ്പം ആ അമ്പലത്തിൽ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവരെ കരുതി കൂട്ടി ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും എന്ന് മിത്ര പറയും കേട്ടോ. അപ്പോൾ ഗോമതി പറയും, ദേ മിത്രേ, നീ ഇങ്ങനെ ദൈവദോഷം പറയരുത്. അങ്ങനെ ആൾക്കാരെ അവിടെ എത്തിച്ചിട്ട് അവർക്ക് എന്ത് നേട്ടമുള്ളത്? അല്ലല്ല, ഇതെന്തോ ദോഷം ഉണ്ട് ഈ കുടുംബത്തിൽ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും എനിക്ക് ഒരു സമാധാനവും ഇല്ല. ആ കാക്കാത്തിയമ്മ പറഞ്ഞതുപോലെ അവർ പറഞ്ഞ അമ്പലത്തിൽ ചെല്ലണം, എന്നിട്ട് അവിടുത്തെ പോറ്റി എനിക്ക് കാണണം. അവർ പരിഹാരം പറഞ്ഞു തരുമെന്നല്ലേ എന്നോട് പറഞ്ഞത്. അതൊക്കെ എനിക്ക് ചെയ്യണം, എങ്കിലേ എനിക്കിനി മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പം ഈ വീട്ടിലുള്ള ഒരാൾക്കും ഒരാപത്തും ഉണ്ടാകാൻ പാടില്ല എന്ന് ഗോമതി പറയൂ കേട്ടോ. അപ്പം ദേവി പറയും, അമ്മ ഇങ്ങനെ ടെൻഷൻ ആകാതെ ഇരിക്കുക. നമുക്ക് എന്തായാലും ഇതിലൊരു പരിഹാരം കാണാം. അമ്മ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും കൂടി പറ്റുമെങ്കിൽ ആ അമ്പലത്തിൽ പോകാന്നേ. അമ്മ സങ്കടപ്പെടാതെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതേ സമയം തന്നെ ആ സുകന്യനെ ആയിട്ട് ധർമ്മൻ വീട്ടിലേക്ക് മടങ്ങി എത്തുന്നത്. സുകന്യയുടെ കയ്യിൽ ഒരു ഇളനീരൊക്കെ ഉണ്ട് കേട്ടോ. ക്ഷീണം പോകാനായിട്ട് കുടിച്ചുകൊണ്ട് വരുന്നതാ. അപ്പം സുകന്യയെ കാണുമ്പോൾ തന്നെ ഗോമതി ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട് സുകന്യ? ക്ഷീണം കുറവുണ്ടോ എന്ന് ചോദിക്കുക. ആ, ക്ഷീണമൊക്കെ കുറവുണ്ട്. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞത്? അപ്പം ധർമ്മം പറയും, ഫുഡ് പോയിസണിങ് ആണെന്നാ ചേച്ചി പറഞ്ഞത്. ഇവളെന്തോ കഴിച്ചതിൽ നിന്നുണ്ടായ പ്രശ്നമാണ് ഇതൊക്കെ എന്ന് പറയുകയാണേ. ഇവിടെ കഴിച്ചതിൽ നിന്ന് പ്രശ്നം ഉണ്ടാകാനോ? അതിന് ഇവിടെ എല്ലാവരും ഒരേ ആഹാരമല്ലേ കഴിക്കുന്നത്. എന്നിട്ട് സുകന്യയ്ക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അപ്പം പെട്ടെന്ന് ഗോമതി ചോദിക്കുകയാണേ. അപ്പം മിത്ര പറയും, ആ, ഗർഭിണികൾക്ക് കഴിക്കേണ്ട ലേഹ്യം എടുത്തല്ലേ സുകന്യ ചേച്ചി കഴിച്ചത്. അതിനുശേഷമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മിക്കവാറും അതുകൊണ്ടായിരിക്കും. അത് പുറത്തു നിന്നെങ്ങാണ്ട് ഇറക്കുമതി ചെയ്ത് കൊണ്ടുവന്ന സാധനമല്ലേ. ഗർഭിണികൾ മാത്രമേ കഴിക്കാൻ പാടുള്ളായിരിക്കും. ഗർഭിണിയല്ലാത്ത സുകന്യ ചേച്ചി അത് കഴിച്ചപ്പം വയറ്റി പിടിച്ച് കാണത്തില്ല എന്ന് മിത്ര പറയും കേട്ടോ. അപ്പം പെട്ടെന്ന് ദേവി ഞെട്ടി നിൽക്കുക. ഈശ്വര, ഇതെന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പം സുകന്യ പെട്ടെന്ന് പറയും, ഇതൊന്നുമല്ല. ഉദയഭാനു സാറ് ദേവിക്ക് വേണ്ടി പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചുള്ള ലേഹ്യമല്ലേ ഞാൻ കുടിച്ചത്. അതിൽ നിന്നുമല്ല ഇത് വന്നത്. കാരണം അത്രയും വില കൂടിയ സാധനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഇതിവിടെ ആരോ എനിക്ക് മനഃപൂർവ്വം പണി തരാൻ വേണ്ടി ഞാൻ കഴിച്ച എന്തിലോ എന്തോ ചേർത്തതാ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഈ സുകന്യയ്ക്കുണ്ട് എന്ന് പറയേ. അപ്പം ഗോമതി ചോദിക്കും, എന്തൊക്കെയാ സുകന്യ പറയുന്നേ? സുകന്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി ഇവിടെ ആരെന്ത് മനഃപൂർവ്വം ചെയ്യാനാ? അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നെ ഉപദ്രവിച്ചവരെ വെറുതെ വിടാനൊന്നും ഈ സുകന്യ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. എനിക്കിട്ട് പണി തന്നവര് ഇതിൻ്റെ ഇരട്ടിപ്പണി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയേ. അപ്പം മിത്ര പറയും, ദേ ചേച്ചി, അനാവശ്യം പറയരുത്. ഇവിടെ ആർക്കും ചേച്ചിക്ക് പണി തരലല്ല പണി. അല്ല, ചേച്ചി എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ടല്ലോ സ്വയം. അതിൽ നിന്ന് വരുത്തി കൂട്ടി വെച്ചതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് അപ്പം മിത്രയും പറയൂ കേട്ടോ. അപ്പം സുകന്യ പറയും, നിങ്ങളുടെയൊക്കെ സ്വഭാവമേ എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്കിട്ട് പണി തന്നവരാരും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ഈ സുകന്യ അനുവദിക്കില്ല. ഇത് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അവർക്കുള്ള ശിക്ഷയും ഞാൻ തരുന്നുണ്ട്. ഇനി മേലാൽ ഈ വക ചീപ്പ് പരിപാടിയായിട്ട് സുകന്യയുടെ അടുത്തോട്ട് ആരെങ്കിലും വന്നാൽ അപ്പോഴായിരിക്കും എൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സുകന്യ അകത്തോട്ട് കയറി പോകട്ടോ. അപ്പം തൻ്റെ ചേച്ചിയോട് സുകന്യ ഇത്ര ഹാർഷായിട്ട് സംസാരിച്ചതൊക്കെ ധർമ്മന് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ധർമ്മം പറയും, ചേച്ചി അവൾ വിവരമില്ലാത്തത് എന്തോ പറഞ്ഞു, ചേച്ചി അതൊന്നും കാര്യമാക്കല്ലേ കേട്ടോ എന്ന് പറയാണ്. സാരമില്ല. എന്നാലും ധർമ്മ, അവൾ കഴിച്ച ആഹാരത്തിൽ ഇവിടെ ആരും മനഃപൂർവ്വം എന്തെങ്കിലും ചേർക്കാനാ? അവക്കോ നിനക്കോ ദോഷം വരുന്ന എന്തെങ്കിലും ഈ വീട്ടിലുള്ളവർ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇല്ല ചേച്ചി, അതൊക്കെ എനിക്കറിയാം. ഇത് അവള് അങ്ങനെയൊക്കെ പറയുന്നതാ. അതൊക്കെ ആര് കാര്യമാക്കി എടുക്കുന്നു? നിങ്ങളതൊന്നും കാര്യമാക്കേണ്ട ഒരു കാര്യമില്ല. സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ധർമ്മനും അകത്തോട്ട് കയറി പോകട്ടോ.
അപ്പോൾ പെട്ടെന്ന് ദേ ഗോമതി പറയും, കണ്ടില്ലേ ഇപ്പം സുകന്യക്ക് തന്നെ എന്തോ പ്രശ്നം വന്നു, ഇതൊക്കെ ആ കാക്കാത്തി പറഞ്ഞ പോലെ ഈ കുടുംബത്തിലുണ്ടാകാൻ പോകുന്ന ദോഷത്തിൻ്റെ സൂചനകളാണ്, എന്തോ വലുതിവിടെ വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയേ. അപ്പം മിത്ര പറയും, എൻ്റെ പൊന്നപ്പച്ചി, ഈ കുടുംബത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരിതത്തിലൊന്നാണ് ഇപ്പോൾ ആ കയറിപ്പോയത്. അവരെന്തൊക്കെ വർത്തമാനോ പറഞ്ഞിട്ട് പോയേ, നമ്മൾ മനഃപൂർവ്വം അവർ കഴിച്ച ആഹാരത്തിൽ എന്തോ ചേർത്തെന്നല്ലേ അവർ പറഞ്ഞതിനർത്ഥം. അവരെ ഇവിടെ ദ്രോഹിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഇവിടെ ഉള്ളവർക്ക്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കൊടുക്കാതെ തന്നെ കാണുന്നതെല്ലാം ആർത്തിമുത്ത് വാരി വലിച്ച് തിന്നുന്നത് ആരാ? സുകന്യ ചേച്ചി തന്നെ. അങ്ങനെ കഴിച്ചിട്ട് വയറ്റി പിടിക്കാത്തതിന് നമ്മളിപ്പോൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് അവർ കിടന്ന് പറഞ്ഞത്? അപ്പച്ചി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നേ എന്ന് പറയൂട്ടോ. അപ്പോൾ ഗോമതി പറയും, ഇവിടെ ഇനി കൂടുതൽ പ്രശ്നം നീയായിട്ട് ഉണ്ടാക്കല്ലേ മിത്രേ, സുകന്യ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നമ്മളതൊന്നും കാര്യമാക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ദേവിയും പറയും, അതേ മിത്രേ, സുകന്യ ചേച്ചിയുടെ സ്വഭാവം നമുക്ക് ഏകദേശം മനസ്സിലായതാണല്ലോ, അവരുടെ മനസ്സിൽ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ അറിയത്തില്ല, അവർക്ക് എന്താണോ തോന്നുന്നത് അത് അപ്പോൾ വിളിച്ചു പറയും, അല്ലാതെ അതിലൊരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കണ്ട എന്ന് ദേവിയും പറയൂട്ടോ. ഇതാ നിങ്ങളുടെ എല്ലാവരുടെയും കുഴപ്പം, അവർ ചെയ്യുന്ന തെറ്റുകളെ എല്ലാം എല്ലാവരും കണ്ണടച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് അവർക്ക് ഇത്രയ്ക്ക് അഹങ്കാരം. ഇപ്പം തന്നെ അപ്പച്ചിയുടെ മുഖത്ത് നോക്കി അവരെന്തൊക്കെയാണ് പറയുന്നത്, പ്രായത്തെ പോലെ ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലല്ലേ സംസാരിച്ചത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം അതേസമയം നമ്മുടെ ധർമ്മനാണെങ്കിൽ റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ റൂമിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും സുകന്യോട് നല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കും, ദേ ഇനി മേലാൽ ഈ വീട്ടിലുള്ള എൻ്റെ ചേച്ചിയെയോ അളിയനെയോ ആരെങ്കിലും ഈ രീതി നീ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ഷമിച്ചെന്ന് വരത്തില്ല സുകന്യെ. അപ്പോൾ സുകന്യ ചോദിക്കും, ഞാനെന്താ പറഞ്ഞത്? എനിക്ക് ഫുഡ് പോയ്സണിങ് ആണെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യമല്ലേ, അത് ധർമ്മേട്ടനും കേട്ടതല്ലേ, എന്നിട്ടാണോ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്? ഇവിടെ ആർക്കും ഒരു കുഴപ്പം ഉണ്ടായില്ല, ഞാൻ കഴിച്ചപ്പം മാത്രം പ്രശ്നം, അതിനർത്ഥം എന്താ? മനഃപൂർവ്വം ഇവിടെ ആരോ എന്നെ ഉപദ്രവിക്കാനായിട്ട് കരുതി കൂട്ടി ചെയ്തതാ. ദേ ഈ വക വർത്താനം നീ നിർത്തിക്കോണം, നിന്നെ ഇവിടെ ഉപദ്രവിക്കാൻ ആർക്കാ ഇത്രയ്ക്ക് ഗതികേട്? അല്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്ത് കിട്ടാനായിട്ടാ? ദേ ഈ കുടുംബത്തിനുള്ളിൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഈ വക വർത്താനമായിട്ട് ഇനി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ കണ്ണടച്ചുകൊണ്ടിരിക്കുമെന്ന് നീ കരുതണ്ട സുകന്യെ. ഇവിടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എൻ്റെ ചേച്ചി അളിയനെ, അവർക്ക് ബഹുമാനം നൽകണം, അതുപോലെ ഈ വീട്ടിലുള്ള എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ നീ പെരുമാറിയേ പറ്റൂ, അല്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇനി നിന്റെ ഭാഗത്തു നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ തന്നെയായിരിക്കും അത് ബാധിക്കുന്നത് എന്നൊക്കെ ധർമ്മം പറയൂട്ടോ. അപ്പോഴത്തേക്ക് സുകന്യയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ധർമ്മൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടെന്ന്. അപ്പോൾ ധർമ്മൻ എങ്ങനെയെങ്കിലും തൻ്റെ കീഴിൽ നിർത്തണം, ധർമ്മൻ ഒരിക്കലും തന്നിൽ നിന്ന് അകന്നു പോകാനും പാടില്ല. രാജശ്രീ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ എന്ത് പറഞ്ഞാലും അതെല്ലാം അനുസരിക്കുന്ന രീതിയിൽ ഈ ധർമ്മേട്ടനെ മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ധർമ്മൻ്റെ അടുത്ത് കുറച്ച് സ്നേഹത്തോടെയും അതുപോലെ തന്നെ കുറച്ച് റൊമാൻറ്റിക്കായിട്ടും ഒക്കെ പെരുമാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ സുകന്യ. അപ്പം നമ്മുടെ ധർമ്മനാണെങ്കിൽ അതിലൊക്കെ വീഴുന്നുമുണ്ട്. ഇതേ സമയം ആര്യനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ലാതെ ലോഡൊക്കെ ഇറക്കിയതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പം നേരത്തെ വരുന്ന ആര്യനെ കാണുന്ന മിത്ര ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലും, ഇതെന്താ ആര്യ നീ നേരത്തെ വന്നേ എന്നൊക്കെ മിത്ര ഇങ്ങനെ തിരക്കൂട്ടോ. അത് പിന്നെ മിത്ര, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അല്ല, അനുശ്രീ ആലോകിൻ്റെ കൂടെ പോയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ? ഇന്ന് ഞാൻ ആലോകിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടു, അത് അനുശ്രീ ആണോ എന്നൊരു സംശയം. നീ വിളിച്ചപ്പം അവൾ ഇവിടെ ഇല്ലെന്നും പറഞ്ഞു, ഇതിനെപ്പറ്റി അവളോടൊന്ന് ചോദിച്ചാലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ എന്നൊക്കെ ആരും മിത്രയോട് പറയൂട്ടോ. അപ്പം മിത്ര പറയും, ഇപ്പം തന്നെ നമ്മളത് ചോദിക്കണോ? അവളാണെങ്കിൽ തന്നെ അവളത് നിഷേധിക്കുകയുള്ളൂ, ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ തന്നെ തേടി കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.